ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളാണല്ലോ ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാതെ വരുന്നത്. ഇതിലൂടെയാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകുന്നത്. അപ്പോൾ സന്നദ്ധമായൊരു യൗവനത്തെ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു യൗവനത്തെ, ഒരു ഹ്യൂമൻ റിസോഴ്സിനെ, മാനവ വിഭവത്തെ ഞങ്ങൾ രൂപപ്പെടുകയാണ്. അത് DYFIയുടെ സംഘടന എന്നുള്ള നിലയിൽ മാത്രം കാണണ്ട, കേരളത്തെ നിലനിർത്താനുള്ള ഇത് ഈ ഒരു എക്സസൈസ് ഇടതടവില്ലാതെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DYFIക്കാരുടെ നമ്പർ എടുത്ത് വെച്ചാൽ അത്യാവശ്യം വന്നാൽ വിളിക്കാം എന്നൊക്കെ ആളുകൾ ഫേസ്ബുക്കിലൊക്കെ പരിചയമുള്ളവരുടെ DYFIക്കാരുടെ നമ്പർ എഴുതി. കോവിഡ് സമയത്ത് അത് ബോധ്യമായിരുന്നതല്ലേ. പോട്ടെ, ഏറ്റവും കൂടുതൽ വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ അവിടെ രാത്രിയിൽ, പാതിരാത്രിയിൽ ആ ദുരന്തഘട്ടത്തിൽ അവിടെ ഫീൽഡിലേക്ക് എത്തിയതാരാ? DYFIയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ്, അന്ന് ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിലുള്ള DYFI സാക്കളാണ്. ഉരുൾപൊട്ടലുണ്ടായ സ്പോട്ടിലേക്കാണ്. അവിടെ ഈ മൃതശരീരങ്ങൾ ഇങ്ങനെ നിലമ്പൂരേക്ക് ചെന്നടിയുമ്പോൾ പുഴയിലേക്ക് ഇറങ്ങി ഒഴുകി നടന്ന മൃതശരീരങ്ങൾ തേടി നടന്ന, ആ കുത്തൊഴുക്കിൽ തേടി നടന്ന ചെറുപ്പക്കാരായിരുന്നു. ഒരാഹ്വാനവും കേൾക്കാതെ അല്ലേ. സനോജോ വസീഹു ഒരു ആഹ്വാനം ഇവിടെ നിന്ന് കൊടുത്തിട്ടല്ലല്ലോ. അപ്പോൾ ഈ സ്വയം സന്നദ്ധമാർന്ന ഈ സന്നദ്ധത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സന്നദ്ധത വെറുതെ കടലാസ് കൊണ്ട് വായിച്ചാലും ഉണ്ടാവില്ലല്ലോ. അതുണ്ടാകുന്നത് മനുഷ്യ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അതുണ്ടാകുന്നത് വെറുതെ അല്ല. ഞങ്ങളുടെ ഈ പ്രൊളോങ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ക്യാമ്പയിനുകളിലൂടെയും അതിൻ്റെ ആകെ അന്തസത്ത എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സെൻട്രിക്കായ പൊളിറ്റിക്സ്, മനുഷ്യ കേന്ദ്രീകൃതമായ രാഷ്ട്രീയം മനസ്സുകളിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ പലതരത്തിലുള്ള സാധ്യതകൾ തേടുകയാണ്. ആ സാധ്യതകളിൽ ഒന്നാണ് ഈ പരാമർശിക്കപ്പെടുന്നത്. ഇതെന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനുണ്ടായ സെലിബ്രേഷൻ ദൈവികമായൊരു സെലിബ്രേഷനാണ്. ഞങ്ങളെവിടെയെങ്കിലും ഇതിനു വേണ്ടി വേറൊരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ഞങ്ങളെവിടെയും പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയും പ്ലാൻ ചെയ്തിട്ടില്ല. ദൈവികമല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് ജൈവികമാണ്. അയ്യോ, വേറെ കാര്യമുണ്ട് ഇതിനകത്ത്, വേറെ കാര്യമുണ്ട്. ഇത് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് നിർവചനം മാറ്റിവെച്ചാൽ അതിലൊരു സ്പിരിച്വൽ എലമെൻ്റ് ഇല്ലാതെ പറ്റില്ല. മനുഷ്യർ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന രാഷ്ട്രീയ ബോധം എന്നുള്ളത് ഏറ്റവും നിർമ്മലമായിട്ടുള്ള രാഷ്ട്രീയ ബോധമാണ്. അത് നമ്മൾ ദൈവികം എന്ന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തന്നെയാണിത്. അതായിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ജൈവികമായ ഈ ബന്ധം ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ വിവിധ സിനിമകൾ തന്നെ, ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ ഈ പ്രശ്നമാണ് കൈകാര്യം ചെയ്തത്. നിരവധി ലിറ്ററേച്ചറുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രശ്നം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പുതിയ പദമായി വന്നിരിക്കുന്നത് ബ്രെയിൻ റോട്ട് എന്നൊരു പദമാണ്. ബ്രെയിൻ റോട്ട് സ്ക്രീൻ അഡിക്ഷനാണ്. അപ്പോൾ ഇതൊരു ലോകത്തിൻ്റെ മുമ്പിലെ ഒരു ചലഞ്ചാണ്, ഈ തലമുറയുടെ ചലഞ്ചാണ്. ടെക്നോളജി ഔട്ട്ബ്രേക്ക് ചെയ്ത് വരുന്നൊരു കാലത്തെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു കാലത്തെ ഒരു ചലഞ്ചാണ്. ആ ചലഞ്ചിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു നിരയെ നിങ്ങൾ അവിടെയാണ് പ്രശ്നം. അപ്പം പ്രശ്നം എന്താണ്? ഇപ്പോൾ ചെറുപ്പത്തെ തെരുവിൽ കിട്ടുന്നില്ല. അപ്പോൾ ഏത് യുവജന സംഘടനയോട് ചോദിച്ചാലും പറയുകയാണ് ചെറുപ്പത്തെ തെരുവിൽ കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ചെറുപ്പത്തെ അങ്ങനെ കിട്ടുന്നില്ല, ചെറുപ്പം ഇതിനൊന്നും വരുന്നില്ല. ഇതിനായി മാത്രമല്ല ചെറുപ്പം വരുന്നത്. അവനിത് വരണം, അവനൊരു കോസ് തോന്നണം, ഞാനിതിൽ വരേണ്ടതുണ്ട് എന്ന് അവൻ്റെ മൈൻഡ് കണക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അത് വെറുതെ ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു ഷോയിൽ ഉണ്ടാകുന്ന സാധനമല്ല. അത് തുടർച്ചയായ നൈരന്തര്യമുള്ള ഒരു പ്രവർത്തനത്തിലൂടെ സ്വാഭാവികമായി ലേൺ ചെയ്തും അതിലേക്ക് ആ ബോധത്തിലേക്ക് എത്തിച്ചേരുന്നൊരു പ്രക്രിയ. അതിന് ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് DYFIയുടെ കരുത്ത്.